അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിൽ രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്രയോ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടൊക്കെ വേദനിച്ചോ, എവിടൊക്കെ വിഷമിച്ചോ അപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വനമായി ഹബീബിന്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശതമാനം പോലും ഹബീബ് വേദനിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല വേദനിക്കുന്ന സമയങ്ങളെല്ലാം അല്ലാഹു മുത്തുനബിക്ക് സാന്ത്വനവും ആശ്വാസം നൽകിയിട്ടുണ്ട്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം മുത്തുനബിയെ സ്നേഹിക്കുന്നു, നാം മുത്തുനബിയെ സ്നേഹിക്കുന്നു, അതുവഴി അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു, ഇല്ലേ? അതുകൊണ്ട് പരിശുദ്ധമായ മൗലിദ് പാരായണത്തിൽ മുഴുവനും ഹബീബിന്റെ മദ്ഹകളാണ്, അല്ലേ? ഹബീബിന്റെ മദ്ഹകളാണ്. ഓരോരോ വരിയും എടുത്ത് പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ മദ്ഹകൾ, ജവാബ് എടുത്ത് പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ മദ്ഹകൾ, സ്വലാത്തുകൾ, സലാമുകൾ. ഇത് എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മൗലിദ് ചൊല്ലുക, ചൊല്ലിപ്പിക്കുക, പതിവാക്കുക, ഹബീബിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക. അതുവഴി സ്വർഗത്തിലെത്താൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.